വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഈ പുതിയ പ്രഭാതത്തിലെ എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ടും നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം, സ്തുതിക്കാം. ഇന്നത്തെ വായന ഭാഗം സങ്കീർത്തനങ്ങൾ 88 മുതൽ 90 വരെ. ഇന്നത്തെ കുറിവാക്യം 2 രാജാക്കന്മാർ 4-ാം അധ്യായം 1-ാം വാക്യം. പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി എലീശായോട് നിലവിളിച്ചു. എലീശ പ്രവാചകന്റെ ശിഷ്യന്മാരിൽ ഒരാളുടെ ഭാര്യയായിരുന്നു ഇത്. പ്രവാചകന്റെ ശിഷ്യന്റെയോ ഭാര്യയുടെയോ പേരുകൾ വേദപുസ്തകത്തിൽ നിന്ന് നമുക്ക് കാണുവാനായി സാധിക്കുന്നില്ല. അവർ വിധവയായിരുന്നു എന്നും 2 മക്കളുണ്ടായിരുന്നു എന്നും കാണുന്നു. എബ്രായ സമൂഹം അനാഥരെയും വിധവമാരെയും പരദേശികളെയും ഒരേ ഗണത്തിലാണ് കരുതിയിരുന്നത്. ഇവരെ സംരക്ഷിക്കുവാൻ പ്രത്യേക നിയമങ്ങളും ന്യായപ്രമാണം അനുശാസിക്കുന്നു. ഇവർ ദൈവത്തിൻ്റെ പ്രത്യേക സംരക്ഷണയിലാണ് എന്ന് തിരുവചനം പറയുന്നു. സങ്കീർത്തനങ്ങൾ 146-ന്റെ 9-ാം വാക്യത്തിൽ യഹോവ പരദേശികളെ പരിപാലിക്കുന്നു, അവൻ അനാഥനെയും വിധവയെയും സംരക്ഷണ ചെയ്യുന്നു എന്ന് പറയുന്നു. എന്നാൽ ഇന്ന് യഹോവ എലീശ പ്രവാചകനിലൂടെ വിധവയായ ഈ അമ്മയെ പരിപാലിച്ചത് എങ്ങനെ എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് തൻ്റെ ആവശ്യം പ്രവാചകനോട് അറിയിക്കുന്നു. 2 രാജാക്കന്മാർ 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി എലീശായോട് നിലവിളിച്ചു, നിന്റെ ദാസനായ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. നിന്റെ ദാസൻ യഹോവ ഭക്തനായിരുന്നു എന്ന് നിനക്കറിയാമല്ലോ. ഇപ്പോൾ കടക്കാരൻ എൻ്റെ 2 മക്കളെ പിടിച്ച് അടിമകളാക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. വ്യക്തതയോടെ വേദനയോടെ തൻ്റെ ആവശ്യങ്ങൾ പങ്കുവെക്കുന്ന ഒരു അമ്മ. അവർക്ക് യഹോവയെ അറിയാം, യഹോവ ഭക്തനായിരുന്ന തൻ്റെ ഭർത്താവിനെ അറിയാം, ഭർത്താവിൻ്റെ ഗുരുവായിരുന്ന പ്രവാചകനെയും അറിയാം. എന്നാൽ തൻ്റെ പരാതിയോ പരിഭവമോ സങ്കടങ്ങളോ മറ്റുള്ളവരോട് പറയുവാൻ ശ്രമിക്കുന്നില്ല. അതിനാൽ പ്രവാചകനിലൂടെ ദൈവപ്രവൃത്തി വെളിവാകുന്നു. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന യിരെമ്യാ പ്രവചനം 17-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്രകാരം യഹോവയിൽ ആശ്രയിച്ചുകൊണ്ട് തൻ്റെ ആവശ്യം പ്രവാചകനോട് അറിയിക്കുന്ന ഒരു അമ്മയെയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. രണ്ടാമതായിട്ട് സംശയിക്കാതെ അനുസരിക്കുന്നു. പ്രവാചകൻ അവളിൽ നിന്ന് തന്നെ പ്രശ്ന പരിഹാരം ആരംഭിക്കുന്നു. കാരണം അവൾ നാളെയും പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാം, പ്രതിസന്ധിയിലൂടെ കടന്നു പോയേക്കാം. അതിനാൽ പ്രവാചകൻ അവളെ ശക്തയാക്കുന്നു, അഥവാ കരുത്തുറ്റവൾ ആക്കുന്നു. ഇവിടെ 2-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, എലീശ അവളോട്, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണം പറക, വീട്ടിൽ നിനക്ക് എന്തുള്ളൂ എന്ന് ചോദിച്ചു. എന്നാൽ അവൾ അവിടെ പറയുന്നു, ഒരു ഭരണി എണ്ണയല്ലാതെ അടിയൻ്റെ വീട്ടിൽ മറ്റൊന്നും ഇല്ല എന്ന്. 2 രാജാക്കന്മാർ 4-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ തുടർന്ന് എലീശ പ്രവാചകൻ ഈ മാതാവിനോട് ചില കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ആവശ്യപ്പെടുന്നു. എന്നാൽ പ്രവാചകൻ പറയുന്നത് അതുപോലെ സംശയിക്കാതെ അനുസരിക്കുന്ന ഈ അമ്മയെയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ അത് ചെയ്തു കഴിഞ്ഞിട്ട് പ്രവാചകന്റെ അടുക്കലേക്ക് ഈ അമ്മ മടങ്ങി വരുന്നു. അവിടെ പ്രവാചകൻ പറയുന്നത് ഇപ്രകാരമാണ്: നീ പോയി എണ്ണ വിറ്റ് കടം വീട്ടി ശേഷിപ്പ് കൊണ്ട് നീയും മക്കളും ഉപജീവനം കഴിച്ചുകൊള്ളുക എന്ന്. അവളിലെ നന്മ കണ്ടെത്തി പ്രശ്നപരിഹാരം വരുത്തുവാനായിട്ട് ശ്രമിക്കുന്ന എലീശ പ്രവാചകൻ. പ്രിയമുള്ളവരെ, നമുക്കും ഈ ദൈവകൃപയിൽ ശരണപ്പെടാം. ഞാനും നിങ്ങളും കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളുടെ മധ്യത്തിൽ ദൈവത്തിൽ ആശ്രയിക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സങ്കേതമായ പ്രിയ പിതാവേ, പ്രവാചക ശിഷ്യന്റെ ഭാര്യയെ അങ്ങ് സംരക്ഷിച്ചതുപോലെ ഞങ്ങളെയും കരുതണമേ. ആമേൻ.